ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്ററിൽ നിന്ന് പ്രൊഫസർ ആൻഡ് HOD ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ഡോക്ടർ ഫെസി ലൂയിസ്. ഹായ് സർ, വെൽക്കം ടു യുവർ ഷോ. ഡോക്ടർ, ഈ ഇപ്പോൾ ദമ്പതികൾ എത്ര സമയം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഒരു വന്ധ്യതാ ചികിത്സയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങേണ്ടത്? സാധാരണ പലപ്പോഴും നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ശരിക്കും ഡെഫിനീഷൻ വൈസ് ഇൻഫെർട്ടിലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു വർഷമായിട്ട് കല്യാണത്തിന് ശേഷം റെഗുലറായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഗർഭം ധരിച്ചില്ലെങ്കിലാണ് സാധാരണ ഇൻഫെർട്ടിലിറ്റി പറയുന്നത്. കാരണം അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു മാസം സ്ത്രീകൾക്ക് ഓവറിൽ നിന്ന് എഗ് ഉണ്ടായി കഴിഞ്ഞാൽ അത് യൂട്രസിൻ്റെ സൈഡിലുള്ള ട്യൂബിലേക്ക് കയറും. അപ്പോൾ ശരീരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബീജം ഗർഭത്തിലെത്തി കഴിഞ്ഞാൽ ഗർഭത്തിൻ്റെ സൈഡിലുള്ള ട്യൂബിൽ വെച്ചിട്ടാണ് എഗ്ഗും സ്പേമും കൂടി ചേരുക. എന്നിട്ട് തിരിച്ച് ഒരു 5 days എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണം ആയതിനു ശേഷം 5 daysന് ശേഷമാണ് ഗർഭത്തിൽ വന്ന് പറ്റിപ്പിടിച്ച് വളരുക. ഈ ആ പ്രോസസ്സ് സാധാരണ നടക്കുന്നുണ്ടെങ്കിലും 20% ഒരു സൈക്കിളിൽ, ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ പ്രഗ്നൻസിക്ക് ചാൻസ് ഉള്ളൂ. അപ്പോൾ സാധാരണ എല്ലാം നോർമലാണെങ്കിലും നമുക്ക് എല്ലാ മാസം റെഗുലറായിട്ട് ഓവുലേഷൻ നടന്ന് ആ ഓവുലേഷൻ സമയത്ത് ബന്ധപ്പെട്ടാൽ പോലും ഗർഭം ധരിക്കില്ല. അതിനൊരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഗ്ഗ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അണ്ട ഉണ്ടായി കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരത്തിൽ അത് 2 ദിവസം ലൈവായിരിക്കുള്ളൂ. അതുമാതിരി പുരുഷ ബീജം സ്ത്രീകളുടെ ഗർഭത്തിലെത്തി കഴിഞ്ഞാൽ അത് 2-3 ദിവസമാണ് സാധാരണ ജീവനോടെ ഇരിക്കുള്ളൂ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടും പിന്നെ എല്ലാ മാസം ഭ്രൂണം ആയാലും ഗർഭത്തിൽ വന്ന് പറ്റിപ്പിടിക്കില്ല. അതുകൊണ്ടാണ് ഈ 20% പ്രഗ്നൻസി ആവുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് എല്ലാം നോർമലായിട്ടുള്ള ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യണം സാധാരണ വിധത്തിൽ ഗർഭം ധരിക്കാം. പക്ഷേ പലപ്പോഴും ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഏജ് ഓഫ് മാരേജ് ഡിലേ ആയിട്ട് വരികയാണ്. ഭാര്യയും ഭർത്താവും വർക്ക് ചെയ്യണവരായിരിക്കും. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ കരിയറിനൊക്കെ വേണ്ടി പ്രഗ്നൻസി വേണ്ടാന്ന് വെച്ച് പ്ലാൻ ചെയ്യും. പിന്നെ വേണമെന്ന് വിചാരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആയില്ലെങ്കിൽ വെറീഡ് ആവും. അപ്പോൾ ശരിക്കും ഒരു വർഷം പോലെ ട്രൈ ചെയ്തിട്ട് നോർമലായിട്ട് ട്രൈ ചെയ്തിട്ട് ആയിട്ടില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ പ്രഷർ, പലരും പരിചയമുള്ളവർ ചോദിക്കും എന്താണ് ആയിട്ടില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ ആങ്ഷ്യസ് ആവുന്നത്. പിന്നെ നേരത്തെ കൂട്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറയും. ഇപ്പോൾ സ്ത്രീകളുടെ പ്രായം 30 വയസ്സിന് മേലെയാണ്. സ്ത്രീകളുടെ പീരീഡ്സ്, ആർത്തവ ചക്രം റെഗുലർ അല്ല. സാധാരണ ഒരു 28 മുതൽ 30-32 ദിവസം വരെ എന്ന് പറയും. 35 ദിവസം വരെയും നോർമലാണ്. അപ്പോൾ 35 ദിവസത്തിന് മേലെ ഡിലേ ആയിട്ട് വരികയാണ്, അല്ലെങ്കിൽ പീരീഡ് 21 ദിവസത്തിന് നേരത്തെ വരികയാണ്. ഇതൊക്കെ അണ്ടോൽപാദനം നടക്കുന്നതിൻ്റെ അപാകതയെ സൂചിപ്പിക്കുന്നത്. സാധാരണ സ്ത്രീകൾക്ക് അണ്ടോൽപാദനം നടന്നു കഴിഞ്ഞാൽ ഗർഭം ധരിച്ചില്ലെങ്കിൽ 14 ദിവസം കഴിഞ്ഞാണ് പീരീഡ് വരിക. അപ്പോൾ 28 ദിവസത്തിലാണ് പീരീഡ് വരണമെങ്കിൽ സാധാരണ 14th ഡേ ആണ് എഗ്ഗ് ഉണ്ടാവുക. അതുമാതിരി ഒരു 32 ഡേയ്സിലാണെങ്കിൽ ഒരു 18th ഡേ ആണ് എഗ്ഗ് ഉണ്ടാവുക. അപ്പോൾ 35 ഡേയ്സിന് മേലെ ഡിലേ വരിക അല്ലെങ്കിൽ 21 ഡേയ്സിന് നേരത്തെ വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓവുലേഷൻ ശരിക്കും നടക്കണില്ല. അപ്പോൾ പീരീഡ്സ് ഇറഗുലർ ആവുക, സ്ത്രീകളുടെ പ്രായം കൂടുതലാണ്, ശരീരബന്ധത്തിൽ ഏർപ്പെടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് നോർമലായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കണില്ലെങ്കിൽ നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും സർജറികൾ, ഇപ്പോൾ സാറിന് യൂട്രസിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും സർജറി നടക്കുക, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പെനിസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രോട്ടത്തിലെങ്കിലും സർജറി ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലെങ്കിൽ സാധാരണ വിധത്തിലുള്ള ആണെങ്കിൽ നമ്മൾ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് വന്ധ്യത വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അത് നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് ഗർഭം ധരിക്കുകയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കുകയാണെങ്കിൽ അറിയാം. അതായത് ഇപ്പം സാധാരണ ഓവുലേഷൻ നോർമലായിട്ട് നടക്കുന്നുണ്ട്. പീരീഡ് റെഗുലർ ആണെങ്കിൽ ഓവുലേഷന് പ്രോബ്ലം കുറവാണ്. പിന്നെ നോർമലായിട്ട് ശരീരബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ ബീജം സാധാരണ നിലയിൽ ഉള്ളിലേക്ക് എത്തും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ട്യൂബിൻ്റെ ഗർഭത്തിൻ്റെ സൈഡിലുള്ള ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അണ്ടും ബീജും തമ്മിലുള്ള ഫ്യൂഷൻ ബോഡിയിൽ വെച്ച് നടക്കില്ല. അപ്പോൾ ഓവുലേഷൻ്റെ പ്രോബ്ലം വരാം, ട്യൂബിൽ ഫാക്ട് കൊണ്ട് വരാം. പിന്നെ ഈ സെക്ഷൽ പ്രോബ്ലം, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ ഇതിലിപ്പോൾ പുതിയതായിട്ട് ഇതിനുമാതിരി കൂടുതൽ നമ്മുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്ന പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ സാധാരണ എപ്പോഴും സാധാരണ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു തെങ്ങിൽ കുറേ മുച്ചിങ്ങ ഉണ്ടാവും ആദ്യം, അതിൽ കുറച്ച് കരിക്കാവും, കുറച്ച് മെച്ചർ തേങ്ങയാവും. അപ്പോൾ അതേമാതിരിയാണ് സാധാരണ ഓവറിയിലെ അല്ലെങ്കിൽ അണ്ടാശയത്തിലെ എഗ്ഗ് ഉണ്ടാവും. അപ്പോൾ എല്ലാതും മുച്ചിങ്ങയായിട്ടിരിക്കുക, അതായത് കുറേ ചെറിയ ഫോളിക്കിൾസ് സിസ്റ്റായിട്ടിരിക്കുക, അതിനാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയും. പക്ഷേ അത് ഒരു 30 വയസ്സിന് താഴെയുള്ള സ്ത്രീകളുടെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ 20% ആൾക്കാർക്കും ഓവറിയിൽ പോളിസിസ്റ്റിക് ഓവറി ആയിരിക്കും. പക്ഷെ അവർക്ക് ഓവുലേഷൻ നടക്കുക, അതായത് മെച്ചർ തേങ്ങ ആവണ മാതിരി എഗ്ഗ് മെച്ചർ ആവുന്നുണ്ടെങ്കിൽ
പീരീഡ്സ് റെഗുലർ ആയിരിക്കും, കുഴപ്പമില്ല. പക്ഷേ ഈ ഈ ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ തന്നെ ഇൻസിഡൻസ് നമ്മുടെ നാട്ടിലിപ്പോൾ കൂടി വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര സെഡൻഡറി ലൈഫ് സ്റ്റൈൽ വരും. പണ്ടൊക്കെ നമ്മൾ നടന്ന് സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയിരുന്നപ്പോൾ എല്ലാവരും വാഹനങ്ങൾ, 2 വീലർ എല്ലാതും ഉപയോഗിക്കുകയാണ്. പിന്നെ ഭക്ഷണം കുറേയൊക്കെ ജങ്ക് ഫുഡ്സ് യൂസ് ചെയ്യാം. ജങ്ക് ഫുഡ്സ് വരുമ്പോൾ ഒക്കെ അതിലേക്ക് പഞ്ചസാരയുടെ അളവ്, അങ്ങനെ പല ഫാറ്റിൻ്റെ അളവൊക്കെ കൂടുമ്പോൾ ഈ വ്യത്യാസം വരുമ്പോഴാണ് സാധാരണ നിലയിൽ ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ ഇൻസിഡൻസും കൂടും, അവർക്ക് തന്നെ ഓവുലേഷന് പ്രോബ്ലം വരും. അപ്പോൾ സാധാരണ ഏറ്റവും കൂടുതലായിട്ട് പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് ഈ വന്ധ്യത വരുന്നതിനൊരു കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം പുതിയ വീട്ടിലേക്ക് ചെല്ലാം, അല്ലെങ്കിൽ അപ്പോൾ അവിടുത്തെ ഭക്ഷണ രീതി മാറും, കുറച്ച് സെഡൻഡറി ലൈഫ് സ്റ്റൈലാവും. അല്ലെങ്കിൽ പലപ്പോഴും ഹസ്ബൻഡ് വിദേശത്താണ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യണവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചൂട് കാരണം പലരും സെഡൻഡറി ആയിട്ട് വീട്ടിലിരിക്കും, ഭക്ഷണമൊക്കെ ഭയങ്കര റിച്ച് ഫുഡാണ്. അപ്പോൾ അങ്ങനെ ഈ ഷുഗറിൻ്റെ അളവ്, അങ്ങനെ കുറച്ച് ജങ്ക് ഫുഡ്സിൻ്റെ അളവ് കൂടുമ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് ഓവുലേഷൻ നടക്കില്ല. അപ്പോൾ ആ പോളിസിസ്റ്റിക് ഓവറി നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു പോളിസിസ്റ്റിക് ഓവറി എന്ന് കണ്ടിട്ടുള്ളവരാണെങ്കിൽ തടിയുള്ളവരാണ്. പിന്നെ ഒരു ഫീച്ചറാണ് കുറച്ച് ഹെയർ ഗ്രോത്ത് കൂടുതലുണ്ടെങ്കിൽ വരാം, കറുത്ത ഒരു പാർട്സ് വരെ അക്കാന്തോസിസ് എന്ന് പറയും. ഇതങ്ങനെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പീരീഡ്സ് ഇറഗുലർ ആണെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അത് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കാരണം. അതാണ് സ്ത്രീകൾക്കുള്ള ഒരു നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ടത്. ബാക്കിയുള്ളത് കുറച്ച് ഡിലേഡ് ഏജ് വരുമ്പോൾ, ഏജ് ഓഫ് മാരേജ് വൈകും തോറും എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം വരുന്നതായിട്ട് കാണുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് എന്ന് വെച്ചാൽ സാധാരണ സ്ത്രീകൾക്ക് യൂട്രസിൽ ലൈനിങ് ഓരോ മാസം ബ്ലീഡ് ചെയ്ത് പോകുന്ന ആ കോശങ്ങൾ യൂട്രസിൻ്റെ ഉള്ളിലല്ലാണ്ട് പുറത്ത് വരുന്നതിനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. പുറത്താണെങ്കിൽ ഇത് ഓരോ പ്രാവശ്യം ബ്ലീഡ് ചെയ്യുമ്പോൾ ബ്ലഡ് പുറത്ത് പോവില്ല, അപ്പോൾ അവിടെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഓവറിയിലാണെങ്കിൽ സിസ്റ്റ് വരും, ട്യൂബിൻ്റെയും യൂട്രസിൻ്റെ ഇടയിലാണെങ്കിൽ അവിടെ ഒട്ടിപ്പിടുത്തം വരും. അപ്പോൾ നോർമലായിട്ട് എഗ്ഗ് വയറ്റിലേക്ക് വിരിഞ്ഞ് അത് ട്യൂബിലേക്ക് കയറുന്ന പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ അത് ഏജ് ഓഫ് മാരേജ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ PCO, ഇത് രണ്ടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള മുൻകാലം അപേക്ഷിച്ച് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഏജ് ഓഫ് മാരേജ് കൂടുന്നത്. അപ്പോൾ ഈ വക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് നേരത്തെ കൂട്ടിയൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ PCOD, തൈറോയിഡ് ഒക്കെ ചികിത്സയിലുള്ള സ്ത്രീകൾ വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവരെന്തെങ്കിലും ടെസ്റ്റോ അല്ലെങ്കിൽ മുൻകൂട്ടി എന്തെങ്കിലും കാണേണ്ടതുണ്ടോ? അത് തൈറോയിഡിൻ്റെ ഡിഫക്റ്റും ഈ പ്രൊലാക്റ്റിൻ ഗ്രന്ഥിയിലെ ഹോർമോണിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ പീരീഡ്സ് റെഗുലർ ആവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോളായിരിക്കണം. തൈറോയിഡിന് പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. പലർക്കും ഈ തൈറോയിഡിന് മരുന്ന് കഴിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ അയ്യോ എനിക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമെന്ന് വെച്ചിട്ട് കഴിക്കൽ നിർത്തും. അത് പാടില്ല. അത് നമ്മുടെ ശരീരത്തിലുള്ളൊരു ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോൾ വരുന്നതാണ്. അത് റീപ്ലേസ് ചെയ്യേണ്ടതാണ് തൈറോയിഡ്. അത് നമ്മൾ ഇപ്പോൾ പലരും പ്രമേഹ രോഗികൾ പലപ്പോഴും പ്രമേഹത്തിന് ചികിത്സ എടുക്കാതെ എനിക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. പക്ഷേ അത് ബോഡിയിലുള്ള ഹോർമോണിൻ്റെ കുറവായതുകൊണ്ട് നമ്മളത് ഡെയിലി കൺട്രോളായിരിക്കണം. അതുകൊണ്ട് ഈ ഓവുലേഷൻ ഉണ്ടാവുന്നതിനുള്ള ഡിഫക്ട്സ് ഒക്കെ കുറയും. പിന്നെ ഗർഭം ധരിച്ചുള്ള അബോർഷൻസ് ആയാലും കുറയും. അപ്പോൾ തൈറോയ്ഡ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് കൺട്രോളായിരിക്കണം. കല്യാണം കഴിക്കണേക്കാൾ മുമ്പ് തന്നെ കൺട്രോൾ ആക്കുകയാണെങ്കിൽ നല്ലതാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം മെഡിസിൻസ് തുടർന്ന് കഴിക്കണം. അതത്ര മേജർ ഒരു അസുഖമൊന്നുമല്ല. പിന്നെ ഈ PCOS, പീരീഡ് ഇറഗുലർ ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ നേരത്തെ കൂട്ടി തുടങ്ങണം. തടിയുള്ളവരാണെങ്കിൽ തടി കുറയ്ക്കണം, കുറച്ചും കൂടിയും എക്സസൈസോ നടക്കുകയൊക്കെ ചെയ്യും. സാധാരണ ഈ പീരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ള PCO ഉള്ളവരോട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളേജിൽ പോകണമെങ്കിൽ ഒരു സ്റ്റോപ്പ് മുമ്പ് ഇറങ്ങുക, എന്നിട്ട് കുറച്ച് ദൂരം നടക്കുക. അല്ലെങ്കിൽ സ്ഥിരം അമ്പലത്തിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ദൂരം ഡെയിലി നടക്കുകയാണെങ്കിൽ അവർ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ പീരീഡ് ഇറഗുലറാണ്, ഇങ്ങനെ ഹെയർ ഗ്രോത്ത് കൂടുതൽ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നേരത്തെ കൂട്ടി ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ ഇൻസിഡൻസ് കുറഞ്ഞു വരും. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എഗ്ഗും സ്പെർമും കൂടി ചേരുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടക്കാതെ വരുന്ന ഒരു സാഹചര്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. ഈ പുരുഷന്മാരിൽ വന്ധ്യതാ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കാണാറുള്ളത്? പുരുഷന്മാരിൽ ഇപ്പോൾ പലപ്പോഴും എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറവാണെങ്കിലും കുറച്ച് കൊല്ലം മുമ്പ് വരെയൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പം ഭർത്താക്കന്മാർ വരെ തന്നെ ഇല്ല. അതായത് ഇൻഫെർട്ടിലിറ്റി സ്ത്രീകൾ ഗർഭം ധരിക്കാത്തവർ അവരുടെ കാരണം മാത്രം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവിധ പഠനങ്ങളുടെ സ്റ്റഡിയുമോ ലോകത്തിലെ ഏത് രാജ്യങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിലും ഒരു 1/3 കാരണം സ്ത്രീകളുണ്ടും 1/3 പുരുഷന്മാരിലുമാണ്. പിന്നെ ബാക്കി 1/3 രണ്ടുപേരുടെ കൂടെ കാരണം അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും
സ്ത്രീനെയും പുരുഷനെയും ഹസ്ബൻഡിനെയും വൈഫിനെയും കൂടിയിട്ട് വേണം നമ്മൾ ഡീറ്റെയിൽ ഹിസ്റ്ററി മുതലുള്ള ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുക. അതിൽ പുരുഷന്മാരിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെമൻ അനാലിസിസ്, ബീജത്തിൻ്റെ കൗണ്ടും അതുപോലെ ക്വാളിറ്റിയും മോട്ടിലിറ്റിയും ഒക്കെ അളക്കുന്നതാണ്. എന്ന് വിരിച്ചിട്ട് ഒരു പെർട്ടിക്കുലർ കൗണ്ടിന് മേലെ ഒരു WHO ഒരു കൗണ്ടിന് ഒരു ശരാശരി പറയുന്നുണ്ടെങ്കിലും അതിന് മേലെ പോയോണ്ട് എന്തായാലും പ്രഗ്നൻ്റ് ആവുന്നില്ല, അതിന് താഴെ പോയി വെച്ചിട്ട് എന്തായാലും ആവില്ല എന്ന് അർത്ഥമില്ല. കാരണം ഒരു സ്പേമാണ് ഒരു അണ്ടത്തിലേക്ക് കയറുക. ഈ സാധാരണ നോർമൽ സെമൻ കണക്ക് പറയുക ഒരു 15 ദശലക്ഷം എന്ന് പറയുക, 15 മില്യൺ. അപ്പോൾ ആ സെമനിന് എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളതാണ് ബേസിക്കലി ആയിട്ട് നോക്കേണ്ടത്. പിന്നെ ഡീറ്റെയിൽ ഹിസ്റ്ററി, അവർ തമ്മിൽ ശരീരബന്ധത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, പിന്നെ ടെസ്റ്റിസിലെ പെനിസിൻ്റെ സൈഡിലെ ടെസ്റ്റിസിലെ കാലിലെ ഞരമ്പുമാരി വെയിൻസ് തടിച്ചെടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ബാക്കിയുള്ളൊക്കെ ചെറിയ കാര്യങ്ങൾ സാധാരണ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ബേസിക്കലി ഈ വന്ധ്യതയായിട്ട് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ പരിശോധിക്കുന്ന മാതിരി തന്നെ പുരുഷന്മാരും പരിശോധിക്കണം, ഒരു സെമൻ അനാലിസും ചെയ്യണം. അത് ബേസിക് ആയിട്ടുള്ള ഇത് നോക്കണം. അപ്പോൾ സെമൻ്റെ പ്രോബ്ലം കൊണ്ടാണ് അല്ലെങ്കിൽ സെക്ഷൽ പ്രോബ്ലം കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് കാരണം കാണുന്നത്. ഇപ്പം ഇങ്ങനെ സാധാരണ കേൾക്കാറുണ്ട്, പുരുഷന്മാർ കൂടുതലും മോട്ടോർ സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ വന്ധ്യത പ്രശ്നങ്ങളൊക്കെ വരുന്നൊക്കെ ഒരു മിത്ത് പോലെ കേൾക്കാറുണ്ട്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അങ്ങനെ മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് മാത്രം കുഴപ്പം വരില്ല. കാരണം ഈ ബീജത്തിൻ്റെ കൗണ്ട് കുറച്ചൊരു ബോർഡർ ലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക്, അതിൻ്റെ ക്വാളിറ്റി ബോർഡർ ലൈൻ ഉള്ളവർക്ക് ടെസ്റ്റിസിൽ ഹീറ്റ് കൂടുതലായിട്ട് എക്സ്പോസ് വരിക, അതായത് വലിയ ഫർണസിൽ വർക്ക് ചെയ്യുക, അങ്ങനെയുള്ളവർക്കൊക്കെ സെമൻ്റെ കൗണ്ട് ഒരു പരിധി വിട്ട് സെമൻ്റെ ക്വാളിറ്റിയും കുറഞ്ഞായിട്ട് കാണുന്നത്. അതേമാതിരി ഒരു കാരണമാണ് ഇപ്പോൾ നമ്മൾ കുറേ ദൂരം കുറേ നേരം ഡെയിലി മോട്ടോർ സൈക്കിൾ ഓടിക്കുകയാണെങ്കിൽ ആ ചൂട് ഉണ്ടെങ്കിൽ കുറച്ച് പ്രശ്നത്തിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്ന് വിരിച്ചിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവർക്കൊക്കെ സെമൻ ഇൻഫെർട്ടിലിറ്റി വരുന്നു അങ്ങനെയൊന്നും അർത്ഥമല്ല അതിന്. ഡോക്ടർ, ഈ വന്ധ്യത ചികിത്സ ഭയങ്കര ചിലവേറിയ ഒരു ഇതാണോ? അത് ഡിപ്പെൻസ് എന്താണ് അവരുടെ പ്രോബ്ലം എന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ സെമൻ്റെ കൗണ്ടിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ കുറച്ച് മെഡിസിൻസ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വെരിക്കോസ് വെയിന് പ്രശ്നത്തിൽ ടെസ്റ്റിസിലാണെങ്കിൽ ചെറിയൊരു സർജറി ചെയ്താൽ മതി. വെരിക്കോസ് വെയിൻ സർജറി, വെരിക്കോസിൽ സർജറി ചെയ്താൽ മതി. അതല്ല ഇപ്പോൾ സ്ത്രീകളിൽ തന്നെയാണെങ്കിൽ ഓവുലേഷൻ, PCO ഓവുലേഷൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ചെറിയ മെഡിസിൻസ് മാത്രം എടുത്താൽ മതി. മെഡിസിൻസ് കൊണ്ട് പറ്റാതെ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമുക്ക് ചിലപ്പോൾ ലാപ്രോസ്കോപ്പി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചിലവ് കൂടുതൽ വരുന്നു പറയുന്നത്, ഇപ്പോൾ ലാപ്രോസ്കോപ്പി ആണെങ്കിൽ ചിലപ്പോൾ സർജറിയുടെ കോസ്റ്റ് വരാം. അതല്ല ചിലവർക്ക് ഈ മെഡിസിൻ കൊണ്ടും പറ്റിയില്ലെങ്കിൽ ഈ സെമൻ കൗണ്ട് ഒരു പരിധി വിട്ട് മെഡിസിൻ കൊണ്ട് കൂടിയിട്ടില്ലെങ്കിൽ സെമൻ ഗർഭത്തിൽ എത്തുന്നില്ലെങ്കിൽ അവർക്ക് ഹസ്ബൻഡ് സെമൻ വാഷ് ചെയ്ത് ഗർഭത്തിൽ വയ്ക്കുന്ന IUI ചെയ്യാം. അതിനും അധികം ചിലവില്ല. പക്ഷേ ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരികയാണെങ്കിൽ, അതായത് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിലെ എഗ്ഗും സ്പേമും കൂടി ചേരുന്ന പ്രോസസ്സ് പുറത്ത് വെച്ച് നടത്തിയിട്ട് തിരിച്ച് ഗർഭത്തിൽ വയ്ക്കുക. ടെസ്റ്റ് ട്യൂബിലല്ല, ഒരു സ്പെഷ്യൽ മീഡിയ ഇതിൽ വയ്ക്കുക. പക്ഷേ അതിനൊരു സാധാരണ പറയുന്ന ഒരു വെക്കാണ് ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അത് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് ആണ്. അത് എല്ലാവർക്കും വേണ്ട. ഇപ്പം ഇൻഫെർട്ടിലിറ്റിയോ വന്ധ്യതയായിട്ട് വരുന്നവരിൽ ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് വേണ്ട ആൾക്ക് വെറും 10% മാത്രമാണ്. ബാക്കിയുള്ളവർക്കും ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മെഡിസിൻസ് കൊണ്ടോ അല്ലെങ്കിൽ ബീജം വാഷ് ചെയ്ത് വെക്കണോണ്ടോ അല്ലെങ്കിൽ ഈവൻ കൗൺസിലിംഗ് കൊണ്ട് വരെ പലർക്കും സെക്ഷൽ പ്രോബ്ലം കൗൺസിലിംഗ് കൊണ്ട് മാറാവുന്നുള്ളൂ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആസ് സച്ച് ഒരു കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് അല്ല. അത് എന്താണ് അവരുടെ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞതനുസരിച്ചിരിക്കും കോസ്റ്റ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ നേരത്തെ ലാപ്രോസ്കോപ്പിയെ കുറിച്ച് പറഞ്ഞു. ഈ ലാപ്രോസ്കോപ്പിക്ക് വന്ധ്യതയിൽ എന്താണ് ഒരു പങ്ക്? അതായത് സാധാരണ സ്ത്രീകൾക്ക് എൻഡോമെട്രിയോസ്, അതായത് ഞാൻ പറഞ്ഞില്ലേ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വരുന്ന ടിഷ്യൂ യൂട്രസിൻ്റെ പുറത്ത് വരുന്നത്. അപ്പോൾ ആ ഒട്ടിപ്പിടുത്തുണ്ടെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്ന വഴിയായിട്ട് ആ ട്യൂബിൻ്റെയും ഒട്ടിപ്പിടുത്തമൊക്കെ മാറ്റും. അപ്പോൾ എഗ്ഗ് നോർമലായിട്ട് ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ട്യൂബിലേക്ക് കയറാകിയുള്ള ഒരു പ്രശ്നം അതുവരെ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഈ PCO ഉള്ളവർക്ക് തന്നെ മെഡിസിൻസ് കൊണ്ട് പറ്റാത്തവർക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് ഓവറിൻ ഡ്രില്ല് ചെയ്യാന്ന് പറയും. ഓവറിമേ 3-4 ഒരു പ്രത്യേക ഒരു ഉപകരണം വഴിയിട്ട് ഡ്രില്ല് ഇട്ട് കഴിഞ്ഞാൽ ആ ഹോർമോണിൻ്റെ അളവ് ലോക്കലായിട്ട് വ്യത്യാസം വരുമ്പോൾ കുറച്ചും കൂടിയും ഓവുലേഷൻ നന്നായിട്ട് നടക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ട്യൂബിന് ബ്ലോക്ക് തന്നെ ഉണ്ടെന്ന് വയ്ക്കും. ട്യൂബിന് തന്നെ ബ്ലോക്ക് വരാം. ഇപ്പം പണ്ട് എന്ന് വെച്ചാൽ ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് വരുന്നേക്കാൾ മുമ്പ് സാധാരണ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ട്യൂബ് ഹിസ്റ്റോസ്കോപ്പി വഴിയായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോഴും ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ്ലി ആയതുകൊണ്ട് ആദ്യം ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പി വഴിയായിട്ട് ട്യൂബിലെ ബ്ലോക്ക് മാറ്റാൻ പറ്റുന്നത്. അത് വെറും ലാപ്രോസ്കോപ്പി ചെയ്താൽ പോരാ, ഹിസ്റ്റോസ്കോപ്പി യൂട്രസിന് ഉൾവശം കൂടി നോക്കി കാനുലേറ്റ് ചെയ്യാന്ന് പറയും, ബ്ലോക്ക് മാറ്റാൻ നോക്കും. പിന്നെ പ്രസവം നിർത്തിയവർക്ക് രണ്ടാമത് ഗർഭിണിയാവണമെങ്കിൽ
ട്യൂബിൽ വെച്ച് നടക്കുന്ന പ്രക്രിയയാണല്ലോ ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ്. അതിലേക്ക് പോകേണ്ട ചെറുപ്പമായിട്ടുള്ളവരാണെങ്കിൽ ആ ട്യൂബ് നമുക്ക് തുന്നി ചേർക്കാൻ പറ്റും. അത് ലാപ്രോസ്കോപ്പി ആയിട്ടും തുന്നി ചേർക്കാം. അതേമാതിരി തന്നെ തുറന്നിട്ടുള്ള ഓപ്പറേഷനുണ്ട്. പണ്ടൊക്കെ തുറന്നിട്ട് മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ ലാപ്രോസ്കോപ്പി കൂടിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ലാപ്രോസ്കോപ്പി എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള അണ്ടും ബീജും കൂടി ചേരുന്ന സ്ത്രീകളുടെ ട്യൂബിൻ്റെയും അവരുടെ ഓവുലേഷൻ്റെയും അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഉള്ളിൽ ഉള്ള ഇപ്പോൾ ചിലപ്പോൾ മുഴകൾ വരാം, ചിലപ്പോൾ യൂട്രസിൻ്റെ ഉള്ളിൽ ദശകൾ വരാം. ഇതൊക്കെ ഹിസ്റ്റോസ്കോപ്പി വഴിയായിട്ട് മുഴകൾ എടുക്കാം, ലാപ്രോസ്കോപ്പി വഴിയായിട്ട് മുഴ മാറ്റാം. പണ്ടൊക്കെ തുറന്ന് ചെയ്തിരുന്ന സർജറിയാണ്. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പിയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പണ്ട് തുറന്ന് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ സാധാരണ ഒരാഴ്ച ഹോസ്പിറ്റലിൽ തന്നെ 5 ദിവസമെങ്കിലും നിൽക്കേണ്ടി വരും. പിന്നെ വയറിൽ വലിയ ഇൻസിഷൻ തുന്നലുള്ളതുകൊണ്ട് നമുക്കൊരു 2-3 ആഴ്ച ഒരു വലിയ ഭാരമുള്ള പണികൾ അല്ലെങ്കിൽ ചെറിയ വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ സാധാരണ വീട്ടിൽ പോവാം, ഒരു 2 ദിവസം റെസ്റ്റ് കഴിഞ്ഞ് സാധാരണ എല്ലാ ജോലിക്കും പോവാം. അപ്പോൾ ഈവൻ വലിയ മുഴകൾ വരെ ഇപ്പോൾ നമ്മൾ വയറ് തുറക്കാതെ ലാപ്രോസ്കോപ്പി പീസായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ലാപ്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജ്. അപ്പോൾ മുമ്പ് തുറന്ന് ചെയ്തിരുന്ന പല ഓപ്പറേഷനുകളും ഇപ്പോൾ നമുക്ക് ലാപ്രോസ്കോപ്പി കീഹോൾ സർജറി വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺലി തിങ് ആ കീഹോളിൻ്റെ ഉപകരണങ്ങൾ ഉണ്ടാവണം ഹോസ്പിറ്റലിൽ. അതുമാതിരി അതും ചെയ്യാനുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടാവണം എന്ന് മാത്രം. അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാപ്രോസ്കോപ്പി വഴിയിട്ട് മുമ്പ് ചെയ്തിരുന്ന പല ഓപ്പറേഷനുകളും ഇപ്പോൾ ചെയ്യാൻ പറ്റും. അത് ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്കും ആ കാരണങ്ങൾ കൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നേരത്തെ ഡോക്ടർ ടെസ്റ്റ് ട്യൂബിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ കേട്ടിട്ടുണ്ട് ടെസ്റ്റ് ട്യൂബ് ബേബി, പക്ഷെ കൂടുതലായിട്ട് അത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡോക്ടർ പറയാമോ? സാധാരണ ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF എന്ന് പറയാം. അതായത് ഇൻവിവോ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ വെച്ചിട്ട് അണ്ടും ബീജവും കൂടി ചേരും. ഇൻവിട്രോ എന്ന് വെച്ചാൽ ശരീരത്തിന് പുറത്ത് വെച്ചിട്ട് അണ്ടും ബീജവും കൂടി ചേരുന്ന പ്രക്രിയ. അതിനെ ഒരു ലോക്കൽ ലാംഗ്വേജിൽ പറയുമ്പോഴാണ് ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഗ്ഗ് സാധാരണ ഒരു സ്ത്രീകൾക്ക് ഒരു മാസം ഒരു എഗ്ഗ് വയറ്റിലേക്ക് ഓവുലേറ്റ് ചെയ്ത് വയറിനുള്ളിലേക്ക് വീഴുന്നതിന് പകരം കൂടുതൽ എണ്ണ ഉണ്ടാക്കും. ഒരു 10-12 എഗ്ഗ് ഉണ്ടാക്കി അത് വയറ്റിൽ വിരിയണേക്കാൾ മുമ്പ് നമ്മൾ സ്കാൻ വഴി ചെറിയ അനസ്തീഷ്യ കൊടുത്തിട്ട് എടുക്കാൻ പറ്റും. അപ്പം പെയിനൊന്നും അറിയില്ല, വലിയ വലിയ സർജറി ഒന്നും വേണ്ട. അപ്പോൾ ആ എഗ്ഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മില്ലിമീറ്ററിൻ്റെ 10-1 അംശമുള്ളൂ, മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ കാണുള്ളൂ. അതെടുത്ത് ആ ഓവറിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൽ നിന്ന് എഗ്ഗിനെ വേർതിരിച്ച് അതിലേക്ക് ബീജം ചേർക്കുക. അതിനെയാണ് IVF എന്ന് പറയും. അപ്പോൾ ആ പ്രോസസ്സിനെ ഇൻവിട്രോ ഫെർട്ടിൽ ശരീരത്തിന് പുറത്ത് വെച്ച് എഗ്ഗും സ്പേമും കൂടി ചേർത്ത് എന്നിട്ട് അതിനെ ഭ്രൂണം പുറത്ത് വെച്ച് വളർത്തി 2 ദിവസത്തിന് ശേഷം 2-3 ദിവസത്തിന് ശേഷം ഈവൻ 5 ദിവസം വരെ പുറത്തിരിക്കും. എന്നിട്ട് നമ്മൾ കറക്റ്റ് നല്ല ഭ്രൂണം നോക്കി തിരിച്ച് ഗർഭപാത്രത്തിൽ വെക്കുക. അതിനാണ് IVF എന്ന് പറയുക. അപ്പോൾ അതിനെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 50 വർഷത്തിന് മേലെയായി ഇപ്പോൾ വേൾഡിൽ തന്നെ വന്നിട്ട്. പണ്ട് ഇപ്പോൾ ഒരു 20 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ കേരളത്തിന് തന്നെ 5-6 സ്ഥലത്തുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 80-ന് മേലെ സെൻറ്ററുകളുണ്ട് IVF ചെയ്യാനുള്ളത്. അപ്പോൾ അതാണ് ആ ഒരു ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ്. പിന്നെ ഒരു തുടങ്ങിയ സമയത്ത് എഗ്ഗും സ്പേമും കൂടി പുറത്ത് വെച്ചിട്ടൊരു ഡിഷിലിട്ടിട്ടാണ് ഫീസ് ചെയ്തിരുന്നത്. അതിനാണ് ടെസ്റ്റ് ട്യൂബ് എന്നുള്ള ഇത് പറയുന്നത്. അപ്പം പിന്നീട് അത് അഡ്വാൻസ് ചെയ്ത് ICSI എന്ന് പറഞ്ഞൊരു മെത്തേഡ് വന്നു. അത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻസെമിനേഷൻ. ഈ ചെറിയ എഗ്ഗിലേക്ക് ആ ചെറിയ ഒരു സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈവൻ തീരെ ബീജം പുരുഷന്മാർക്ക് പുറത്ത് വരാത്ത അവസ്ഥ, സുസ്പേമിയയിൽ വരെ ടെസ്റ്റിസിൽ നിന്ന് വൃഷ്ണത്തിൽ നിന്ന് ബീജം കുത്തിയെടുത്ത് കിട്ടുകയാണെങ്കിൽ ആ സ്പേം വെച്ചിട്ട് വരെ അവർക്ക് ഭ്രൂണാക്കി അവർക്ക് പാരൻറ്ഹുഡ്, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള കുട്ടികളെ തന്നെ ഉണ്ടാവാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് ഓവർ ഇയേഴ്സ് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്. പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഡ്രോബാക്ക് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് ആണ്. സാധാരണ 1 ലക്ഷത്തിൻ്റെ അടുത്ത് വരും മരുന്നുകളും എല്ലാതും അടക്കം ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ്. പിന്നെ സാധാരണ എല്ലാ നോർമലായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവിന് ഒരു മാസം 20% പ്രഗ്നൻസി ചാൻസ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഒരിക്കലും 50% മേലെ കിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ലാസ്റ്റ് ഒരു 10 വർഷമായിട്ട് അതിൽ തന്നെ ഒരു വ്യത്യാസം വന്ന് നമുക്ക് ഈ കൂടുതൽ എഗ്ഗ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ ഭ്രൂണം ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് 1-2 ഇട്ടാലും ബാക്കിയുള്ളത് നമ്മൾ തണുപ്പിച്ച് വെക്കാം. അപ്പോൾ പണ്ട് തണുപ്പിച്ച് വെച്ച തണുപ്പ് മാറ്റുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കിട്ടിയിരുന്നില്ല. ഒരു 10 വർഷം മുമ്പ് ഒരു വിട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് വന്നു. അതായത് ഒരു സെപ്പറേറ്റ് മെത്തേഡിലൊരു ഫ്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവഴിയായിട്ട് ഓരോ പ്രാവശ്യം തണുപ്പ് മാറ്റി ഇടുമ്പോഴും നമുക്ക് ഈ 50% റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്താലും നമുക്ക് ഭ്രൂണം ബാക്കിയുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം 50% കിട്ടുമ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം ക്യുമുലേറ്റീവ് പ്രഗ്നൻസി റേറ്റ് എന്ന് പറയും. ഒരു പ്രാവശ്യം എഗ്ഗ് എടുക്കുക വഴി നമുക്കൊരു 80% റിസൾട്ട് കിട്ടും, കൂടുതൽ ഭ്രൂണം ഉണ്ടെങ്കിൽ. അതാണ് അതിൻ്റെ ഒരു വേറെ അഡ്വാൻറ്റേജ്. ഓവർ ദി ഇയേഴ്സ് അങ്ങനെ ചെറിയ അഡ്വാൻസ് വന്നു. പക്ഷേ സ്റ്റിൽ ഇത് കോസ്റ്റ്ലി ആണ്.
പിന്നെ പല ഇൻഷുറൻസുകാരും ഇത് സപ്പോർട്ട് ചെയ്യണില്ല. അപ്പോൾ പേഷ്യൻറ്റിന് നമ്മൾ കോസ്റ്റ് എടുക്കും. പല വിദേശ രാജ്യങ്ങളിലും അവരുടെ പോപ്പുലേഷൻ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ 2 സൈക്കിള് അല്ലെങ്കിൽ 3 സൈക്കിൾ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ്. നമ്മുടെ അവിടെ ആ ഒരു ഇതില്ല. ഇപ്പോഴും ഇൻഷുറൻസുകാർ പല ഇൻഷുറൻസുകാർ വരെ സപ്പോർട്ട് ചെയ്യും. പേഷ്യൻറ്റിന് കോസ്റ്റ് എടുക്കണം. പിന്നെ 50% മേലെ പ്രഗ്നൻസി കിട്ടില്ല എന്നുള്ള ഈ ഒരു പ്രോബ്ലമാണ് ഒരു IVF-നുള്ളത്. എന്ന് വെച്ചിട്ട് IVF എല്ലാവർക്കും ചെയ്യണമെന്നല്ല. ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക് ഒരു 10% ആൾക്കാർക്ക് IVF വേണ്ടോ. പക്ഷേ അത് എന്താണെന്ന് കാരണം മനസ്സിലാക്കി ഈ IVF അല്ലാത്തതോടുകൂടി കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രമേ IVF-ലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ ഈ പെർസെൻറ്റേജ് റേറ്റ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ 100% നമുക്ക് ഗർഭധാരണം ഈ ടെസ്റ്റ് ട്യൂബിലൂടെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. കാരണം പ്രഗ്നൻസി ഓൾവേസ് എ ചാൻസ്. അതായത് നല്ല ഭ്രൂണം ഗർഭത്തിലിട്ടാലും എല്ലാവർക്കും 50% മേലെ പ്രഗ്നൻസി കിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ ഒരു ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ. അത് ഇത്ര വർഷം 50 വർഷമായി ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടും അതിനേക്കാൾ കൂടുതലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ശാസ്ത്രത്തിന് വന്നിട്ടില്ല. പക്ഷേ ഈ ഫ്രീസ് ചെയ്ത് വഴിയായിട്ട് ഒരു പ്രാവശ്യം എഗ്ഗ് എടുത്താൽ അത് നമ്മൾ തണുപ്പിച്ച് വെച്ച് ഇടുമ്പോൾ പല പ്രാവശ്യം 2 പ്രാവശ്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്കൊരു 80%ഓളം നമുക്ക് 2-3 പ്രാവശ്യം ഭ്രൂണം ഇടുമ്പോൾ നെറ്റ് പ്രഗ്നൻസി റേറ്റ് കിട്ടും. ഓക്കെ, ഒത്തിരി വിലയേറിയ ഇൻഫർമേഷൻസാണ് ഡോക്ടർ ഷെയർ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ.